ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മളൊരു ഷോർട്സിന്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാട്ടുണ്ടല്ലോ, ഏതാണ്, മുത്തമഴയെ എന്ന് പറഞ്ഞിട്ടുള്ള ചിന്മയും ദിയും കൂടെ പാടിയിട്ടുള്ള ആ പാട്ടിന്റെ ഷോർട്സ് തന്നെയാണ്. അതായത് ഞാൻ മുൻപേ തന്നെ ഷോർട്സ് അതിന്റെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ആ ഷോർട്സ് ഒന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന, അതായത് ട്യൂട്ടോറിയൽ രീതിയിലൊന്ന് നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പലർക്കും സഹായമാവുമല്ലോ എന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ചെയ്തു നോക്കുക. റീമിക്സ് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എൻ്റെ വീഡിയോയിൽ നിന്ന്. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോവുക. ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് വീഡിയോ ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെയാണ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ നേരെ റീമിക്സ് ചെയ്യാൻ പറ്റില്ല. എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത് ഓഫ് ചെയ്തിട്ടിരിക്കാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ചെയ്യാനുള്ള കാര്യം ഇതാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നേരെ പോയിട്ട് ഈ പാട്ടിന്റെ റീൽസ് കിട്ടും. അപ്പൊ ഇതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് ആ പാട്ടിന്റെ. എനിക്ക് ഇഷ്ടപ്പെട്ട ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഞാൻ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നേരെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, മുത്തമഴയെ. അത് പറയുമ്പോ ഇങ്ങനെയാണ്, മുത്തമഴയെ. കാല് ആദ്യം റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഉണ്ടി നിൽക്കുക. എന്നിട്ട് കൈ കൊണ്ട് കർത്തരി മുഖം പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം, മുത്തമഴയെ എന്ന് കാണിച്ചിട്ട് മുകളിലേക്കൊരു ചാട്ടം കൊടുക്കുക. 1. ഓക്കെ, നെക്സ്റ്റ് ചെയ്യുന്നത് 1 2 3 4 5. അത് കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത്. 1 2 3 4 5 ഇങ്ങനെ സ്പീഡിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് ചെയ്യാനുള്ളത് 1 2. ഓക്കെ, 1 2 ഇതാണ് ചെയ്യണത്. ഓക്കെ, ഒന്നുകൂടെ 1 2. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് 1 2 3 കൊടുക്കാം. അതും ഫുള്ള് സ്പീഡിലാണ് ടക്കടക്കേന്ന് മൂവ് ചെയ്യണം. അപ്പൊ ഇത് ഇത്രയും ചേർത്തുകൊണ്ട് ചെയ്യാം. നോക്കാം. അപ്പം 1 2 ചെയ്ത് നേരെ കാല് മാറ്റണം. ഒക്കെ കാലിന്റെയും കൈയിന്റെയും. കാല് ഭയങ്കരമായിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നുമില്ലേ, കൈ കൊണ്ട് തന്നെയുള്ള സംഭവമാണ് ചെയ്യണത്. ഓക്കെ, അതവിടെ കഴിഞ്ഞാ പിന്നെ ചെയ്യാനുള്ളത് ഇങ്ങനെ നിക്കല്ലേ നമ്മള്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ റൈറ്റ് ലെഗ് എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, കൈ കൊണ്ട് തിരിച്ചു കൊടുക്കുക. ബോഡി ജസ്റ്റ് ഇങ്ങനെ പൊങ്ങനേ ഉള്ളൂ. മുല്ല ഇരുവുകൾ പത്തി എരിയാതെ ഒന്നാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ആ നീട്ടി വെച്ച കാലെടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുക. മുല്ല ഇരവുകൾ ബാക്കിലോട്ട് ഇറങ്ങാം. ഓക്കെ, അപ്പൊ നോക്കാം. മുല്ല ഇരവുകൾ പത്തി എരിയാതോ, ഇതാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇത്രയും എന്താ പറയാ, ഇങ്ങനെ നിന്നു, ഇത് ഇങ്ങനെ കാണിച്ചു, പിന്നെ ബാക്കിലേക്ക് ഇറങ്ങണം, മനസ്സിലായിണ്ടാവും. പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കണമെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ടുള്ളത് ഒരടവാണ്. 1 2 3 1 2 3 ഇങ്ങനെ ചാടി കൊടുക്കാം. 1 2 3 1 2 3. ഓക്കെ, അപ്പൊ ആ ഭാഗം അവിടെ കംപ്ലീറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ജാനോദം മാറോദം എന്ന് വെച്ച പാട്ടുള്ള ആ ലൈനാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് 1 2 3 4 1 2 3 4 1 2 3 4 ഇതിങ്ങനെ ചെയ്തു കൊടുക്കാം. ഉൻകൈൽ സ്വർഗം, ഇന്ന് ഉൻകൈൽ സ്വർഗം, അങ്ങനെ എന്തോ വരുന്നൊരു ലൈനാണ്. അപ്പൊ അത് ചെയ്യാനുള്ള, അപ്പൊ നമ്മൾ എവിടെയും അവസാനിപ്പിച്ച 1 2 3 ഇതിൽ അവസാനിപ്പിച്ചു. അവിടുന്ന് തന്നെ ഇൻ ഉൻകൈൽ സ്വർഗം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇൻ ഉൻകൈൽ സ്വർഗം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ഭാഗം. നെക്സ്റ്റ് വന്നിട്ട് ഒരു സ്വരം പാടുന്ന ഭാഗമാണ്. അപ്പൊ അതിൽ ചെയ്യാനുള്ളത് ശരിക്ക് കൃത്യമായിട്ട്
എന്റെ വീഡിയോയും ഈ നമ്മൾ കാണിക്കുന്ന ട്യൂട്ടോറിയലും പിന്നെ എന്റെ ഷോർട്സ് നോക്കിയാൽ 1 by 1 ആയിട്ട് തന്നെയാണ് ഞാൻ ഈ സ്റ്റെപ്സ് ഒക്കെ ഓർഡറിൽ ചെയ്തു പോണത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് ഷോർട്സും കൂടെ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. 1 2 3 4 1 2 3 4 രണ്ടെണ്ണം വെച്ചിട്ടേ ഉള്ളൂ. ഇത് രണ്ടെണ്ണം ചെയ്യാം. 1 2 3 4 1 2 3 4. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് 1 2 3 4 1 2. ജസ്റ്റ് ഇതിങ്ങനെ പൊങ്ങി കൊടുക്കുമ്പോൾ നമ്മളെ റൈറ്റ് കാല് ഇങ്ങനെ പൊക്കുമ്പോൾ ലെഫ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം. ഓക്കെ, അതാണ് അതിന്റെ ഭംഗി. നോക്കാം. 1 2 3 4. ഓക്കെ, 1 2 3 4 1 2 3 4 കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നിട്ട് 1 2 3 1 2 3 1 2 3 പോവാം. ഓക്കെ, കൈ നേരെ മുകളിലോട്ട്, കാല് 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 ഇങ്ങനെ പോയിട്ട് നോക്കാം. 1 2 കൈ ഇങ്ങനെ കൊടുക്കാം. ഇവിടുന്ന് 1 2 നേരെ മുകളിലോട്ട്, കാലിങ്ങനെ പൊക്കി ഫ്രണ്ടിലോട്ട്, അവിടുന്ന് നെക്സ്റ്റ് കാല് പൊക്കിയിട്ട് വെക്കാം. ആദ്യം റൈറ്റ് കൊടുക്കാം. 1 2. പിന്നെ ലെഫ്റ്റ് കാല് പൊക്കി കൈ നേരെ ലെഫ്റ്റ് കോർണറിലേക്ക് വെച്ചു. എന്നിട്ട് ഈ രണ്ട് കൈയും കൂടെ കൊണ്ടുവന്നിട്ട് റൈറ്റ് കാല് പൊക്കി കോർണറിലേക്ക്. ഇതാണ് അവിടെ ചെയ്യാനുള്ളത്. ഒന്നും കൂടെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ അവിടുത്തെ ആ ഭാഗം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞാല് അടുത്ത ദീൻതാനയ്ക്ക് വരുന്നത് കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് 1 2 3 4 വെച്ചു കൊടുക്കാം. അതവിടെ അത്രയും കഴിഞ്ഞാൽ 1 2 3. ഓക്കെ, അത് കഴിഞ്ഞാൽ 1 2 3 4. ഇത്രയേ ഉള്ളൂ. ആ ഭാഗത്ത് ആ 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. 1 2 3 1 2 3 4. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലിറിക്സ് ആണ്. കാലേ കനവിയതിൽ കാതൽ വന്നേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈനാണ്. അപ്പൊ അതിന് ചെയ്യാനുള്ളത് കൈ ഇങ്ങനെ പിടിക്കുക. കാലേ കനവി കാലേ കനവി. എന്നിട്ട് അവിടെ ഒരു കറക്കം കൊടുത്ത് നിൽക്കുക. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എളുപ്പല്ലേ, എല്ലാവർക്കും പഠിച്ചൂടെ? അപ്പൊ വേഗം പോയിട്ട് പഠിച്ചു നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. എനിക്ക് കമന്റ്സ് ആയിട്ട് ഇടണം. എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റണുണ്ടോ, മനസ്സിലാവണ്ടോ എന്നുള്ളത്. അത് മാത്രമല്ല, കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് മഴ കാരണമാണ്. നമ്മൾ അകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇരുട്ടാണ്. പിന്നെ പുറമേ നിന്നിട്ടല്ലേ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മഴ മാറുന്ന ദിവസങ്ങളിൽ ഞാനിതുപോലെ നിങ്ങൾക്ക് മുന്നിൽ ലോങ് വീഡിയോസ് ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.